സത്യം പറഞ്ഞു ഇന്ന് നല്ല ഉഷാറോട് കൂടിയിട്ടുണ്ട് ഞാൻ കിച്ചണിലേക്ക് വന്നത്. കാരണം ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ നീണ്ടു നിൽക്കണ പാവയ്ക്കാണ് കേട്ടോ. പാവയ്ക്ക അങ്ങനെ എൻ്റെ കിച്ചണിൽ കാണൽ കുറവായിരിക്കും. എന്താണെന്നറിയില്ല, ഇന്ന് പതിവില്ലാത്തൊരു ഉത്സാഹമായിരുന്നു എനിക്ക്. കാരണം ഏട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പാവയ്ക്ക തീയിൽ വെച്ച് കൊടുക്കാൻ ആൾ പറഞ്ഞു. ആൾക്ക് ഈ പാവയ്ക്ക അത് ഇതൊക്കെ തീയിലുണ്ടാക്കൽ എന്നൊക്കെ ഭയങ്കര ഇഷ്ടം. തീയിലെന്നൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഈ വറുത്തരച്ച് പുളി പിഴിഞ്ഞൊഴിക്കുന്നതിനാണ് തീയിലെന്ന് പറയണതെന്ന് എനിക്ക് തോന്നുള്ളൂ. എൻ്റെ രീതിയിലുള്ള തീയിൽ എന്തായാലും അതാണ്. അപ്പോൾ അങ്ങനെ പാവയ്ക്ക വറുത്തരച്ച് ഒരു തരത്തിൽ കൂടെ ഞാൻ പാവയ്ക്ക വറുത്തരച്ച കറി ഉണ്ടാക്കുന്നുണ്ട്, അഥവാ തീയൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർത്ത് ഞാൻ കുറച്ച് ചീര ഉണ്ടല്ലോ വീട്ടിൽ, അങ്ങനെ ഞാൻ ഓടിപ്പോയി കുറച്ച് ചീര അങ്ങ് മുറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ ഊണിനൊരു പ്രത്യേകത ഉണ്ട്. എന്നിട്ട് സാധനം എന്നറിയോ, ഉണക്കമീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉണക്കമീൻ. അപ്പോൾ മാന്തളിനാണോ നങ്കാണോ എന്ന് അറിഞ്ഞൂടെ, ഏതൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് എന്നിട്ടാന്ന് വെച്ചാൽ കമൻറ്റ് ഇട്ടോളട്ടാ. അങ്ങനെ ഞാൻ അത് റെഡിയാക്കി അവിടെ മാറ്റിയതിന് ശേഷം ചീര കുരുകുരാന്ന് അരിയുന്നത്, അതാണ് അതിനകത്ത് തിങ്ങിപ്പോയി. പക്ഷെ അത് ചുരുങ്ങി ചുരുങ്ങി പൊക്കോളും. അങ്ങനെ അതൊക്കെ ഒരു തലയ്ക്ക് കൂടെ വെച്ചിട്ട് പിന്നെ ഞാൻ ഉണക്കമീൻ വറുക്കാനായിട്ടുണ്ട്. അതിനകത്ത് ഞാനത് പച്ചമുളകും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് വറുത്തെടുക്കണം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഉണക്കമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പം ഇന്നത്തെ ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്ക തീയിൽ അഥവാ പാവയ്ക്ക വറുത്തരച്ചത്, ഉണക്കമീൻ, പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തത്, ചൊറുക്കയിലിട്ട മുളക്. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ബായ്.